നമസ്തേ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് BP നാച്ചുറലായിട്ട് കൊടുക്കാൻ പറ്റിയ ബ്രീത്തിങ് ടെക്നിക്കാണ്. അത് ചെറിയ പ്രാണായാമാസ് ആണ്. അതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അത് സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ, വെറും 10 മിനിറ്റ് നമ്മൾ സ്ഥിരമായി ചെയ്യുകയാണെങ്കിൽ നമുക്ക് BP നാച്ചുറലായിട്ട് കൊടുക്കാൻ സാധിക്കും. വളരെ സിമ്പിളായിട്ടുള്ള പ്രാണായാമാസാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമായി നമ്മുടെ മനസ്സും ശരീരവും ശാന്തമാക്കുവാൻ വേണ്ടി നമുക്ക് ലളിതമായ ഒരു ബ്രീത്തിങ് ചെയ്യാം. അതുപോലെ സുഖാസനത്തിൽ വെറുതെ ശമ്പളം പടഞ്ഞിരിക്കുക. അങ്ങനെ ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഏതെങ്കിലും ചെയറിൽ നടന്നു പറഞ്ഞിരുന്നാൽ മാത്രം മതി. അതിനുശേഷം കൈകൾ ഫ്രീ ആയിട്ട് ഇങ്ങനെ വെക്കുക. എങ്ങും ബലം കൊടുക്കണ്ട. ഷോൾഡറോ ശരീരത്തിൻ്റെ ഒരു പാർട്ടിന് ബലം കൊടുക്കാണ്ട് നടന്നു പറഞ്ഞ് വളരെ ശാന്തമായിട്ട് ഏതെങ്കിലും ഒരു പ്ലേസിൽ നമുക്ക് വേണ്ടി ഇരിക്കാം. സുഖാസനത്തിലിരിക്കാം. കുറച്ച് എയർ സർക്കുലേഷൻ ഒക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ അത്രയും നല്ലത്. രണ്ട് മൂക്കിൽ കൂടെയും സാവകാശം അകത്തേക്ക്. അതുപോലെ വളരെ സാവകാശം ശ്വാസം പുറത്തേക്ക്. ഇൻഹേൽ സ്ലോലി, then exhale. Inhale, then exhale. ഇങ്ങനെ ഒരു 2 മിനിറ്റ് നമ്മൾ ചെയ്യും. ഈ 2 മിനിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരവും മനസ്സും ശാന്തമാവുകയും BP വളരെ താഴുകയും ചെയ്യും. നിയന്ത്രിക്കാൻ പറ്റുന്ന ലെവലിലേക്ക് BP എത്തിച്ചേരും. ഡീപ്പായിട്ട് ഇൻഹേൽ ചെയ്യുക, സ്ലോലി എക്സേൽ ചെയ്യുക. സുഖാസനത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഫ്രീ ആയിട്ടിരിക്കുക. അടുത്തത് ഇതുപോലെ തന്നെ നമ്മൾ ഇരിക്കുക. ഇരുന്ന ശേഷം 2 മിനിറ്റ് നമുക്ക് ഭ്രാമരി പ്രാണായാമം ചെയ്യാം. ഒരു ബീയുടെ ഹമ്പിങ് സൗണ്ടോടുകൂടി, ബീ കൂടുന്ന ഒരു സൗണ്ട് എന്നുള്ള സൗണ്ടോടുകൂടിയുള്ള ഭ്രാമരി പ്രാണായാമം നമുക്ക് ചെയ്യാം 2 മിനിറ്റ്. അതിനായിട്ട് നമ്മുടെ തമ്പ് കൊണ്ട് ചെവികളടക്കാം. അതുപോലെ ഈ 2 വിരൽ കൊണ്ട് കണ്ണിൻ്റെ അവിടെ വെക്കാം. ഈ ബാക്കിയുള്ള മോതിരവിരലും ചെറുവിരലും നമ്മുടെ മൂക്കിൻ്റെ ഈ പോർഷനിലായിട്ട് വെച്ച് ഇൻഹേൽ ചെയ്യാം. എന്നിട്ട് തോട്ടിലൂടെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന എക്സേൽ, ഓട്ടോമാറ്റിക് എക്സേൽ സംഭവിക്കുന്നു. ഈ ഹമ്പിങ് സൗണ്ടോടുകൂടി തോട്ടിലൂടെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പം നമ്മുടെ മനസ്സും ശരീരവും കാമാൻ സാധിക്കും. BP നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. ഇപ്പം ഞാൻ അത് ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ ചെവി അടക്കുന്നു, കണ്ണുകൾ അടക്കുക. ഇൻഹേൽ, ഫുൾ എക്സലേഷൻ കഴിഞ്ഞാൽ വീണ്ടും ഇൻഹേൽ ചെയ്യുക. ഫുൾ എക്സലേഷൻ ചെയ്യുക. അത് തോട്ടിലൂടെ സൗണ്ട് കൊടുക്കുന്ന ബീയുടെ സൗണ്ട്, ബീ മൂടുന്ന സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് എക്സലേഷൻ ഓട്ടോമാറ്റിക് സംഭവിക്കും. ഇത് 2 മിനിറ്റ് നമുക്ക് ചെയ്യാം. ഇത് 2 മിനിറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സ് ശാന്തമാവും. അതുപോലെ ശരീരവും മനസ്സും ശാന്തമായി നമ്മുടെ BP പഴയ അവസ്ഥയിൽ നിന്ന് വളരെ താഴും. വെറും 2 മിനിറ്റ് കൊണ്ട്. വീണ്ടും നമുക്കൊരു പ്രാണായാമം കൂടി നമുക്ക് ഇതിനോടൊപ്പം ചെയ്യാം. അതാണ് അനുലോമ വിലോമ പ്രാണായാമം. അത് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ആദ്യത്തെ മിഡിൽ ഫിംഗറും ഇൻഡെക്സ് ഫിംഗറും മടക്കും. തമ്പ് കൊണ്ട് റൈറ്റ് നോസ് ക്ലോസ് ചെയ്തുകൊണ്ട് ലെഫ്റ്റിലൂടെ ശ്വാസം എടുക്കും. സാവകാശം ലെഫ്റ്റിലൂടെ ശ്വാസം എടുത്തിട്ട് ലെഫ്റ്റ് ക്ലോസ് ചെയ്തിട്ട് റൈറ്റിലൂടെ ശ്വാസം പുറത്തേക്ക് കളയാം. ദെൻ റൈറ്റിലൂടെ ശ്വാസം എടുക്കാം, ക്ലോസ് ചെയ്യുക. ദെൻ ലെഫ്റ്റിലൂടെ ശ്വാസം പുറത്തേക്ക് കളയാം. അങ്ങനെ അൾട്ടർനേറ്റ് നോസിൽ ബ്രീത്തിങ് എന്നാണ് ഇതിനെ പറയുന്നത്. അൾട്ടർനേറ്റ് ആയിട്ട് ഇൻഹേൽ എക്സേൽ ചെയ്യുക. 10 മിനിറ്റ് നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് തുടങ്ങാം. അപ്പോൾ ഈ ലെഫ്റ്റ് ഹാൻഡ് ഏതെങ്കിലും ഒരു മുദ്രയിൽ, ചിന്മുദ്രയിലോ അല്ലെങ്കിൽ മലത്തി വെച്ചാലും മതി. വെച്ച ശേഷം റൈറ്റ് ഹാൻഡിൻ്റെ മിഡിൽ ഫിംഗറും ഇൻഡെക്സ് ഫിംഗറും മടക്കുക. മടക്കിയിട്ട് റൈറ്റ് നോസ് ക്ലോസ് ചെയ്യാം. എന്നിട്ട് ഇൻഹേൽ ചെയ്യാം.
ഇതുപോലെ 2 മിനിറ്റ് നമുക്ക് ഈ അനുലോമ വിലോമ പ്രാണായാമം ചെയ്യാം. അതിനുശേഷം നമുക്ക് ഡീപ്പായിട്ടൊന്ന് റിലാക്സ് ചെയ്യാം. നമ്മ യോഗ മാറ്റിലോ അല്ലെങ്കിൽ ബെഡിലോ എവിടെയാണ് നമ്മൾ ചെയ്യുന്നത് അവിടെ നീണ്ടു നിവർന്ന് കിടന്ന ശരീരത്തിൻ്റെ ഓരോ പാർട്ട് ബൈ പാർട്ടായിട്ട് റിലാക്സ് ചെയ്ത് കുറച്ച് നേരം 2.5 മിനിറ്റ് റിലാക്സ് ചെയ്തിട്ട് നമുക്ക് സാവകാശമായിട്ട് വരാം. അപ്പോൾ അത് ഞാൻ ശവാസന ചെയ്യാം. ആദ്യം യോഗ മാറ്റിൽ ബെഡിലോ നേരെ കിടക്കാം. കൈകൾ അകത്തി വെക്കാം. എന്നിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ പാർട്ടുകൾ ആദ്യം ടോസ് റിലാക്സ് ചെയ്യാം, ആംഗിൾ പോർഷൻ റിലാക്സ് ചെയ്യാം, കാഫ് മസിൽസ് റിലാക്സ് ചെയ്യാം, നീ പോർഷൻ റിലാക്സ്, തൈ മസിൽസ് റിലാക്സ്, ബട്ടക്സ് പോർഷൻ റിലാക്സ്, നേവൽ പോർഷൻ റിലാക്സ്, നമ്മുടെ വിരലുകൾ റിലാക്സ് ചെയ്യാം, റിസ്റ്റ് പോർഷൻ റിലാക്സ് ചെയ്യാം, എൽബോ സൈഡ് റിലാക്സ് ചെയ്യാം, ഷോൾഡർ പോർഷൻ റിലാക്സ് ചെയ്യാം, ചെസ്റ്റിൻ്റെ മിഡിൽ റിലാക്സ് ചെയ്യാം, നെക്ക് സൈഡ് റിലാക്സ് ചെയ്യാം, ചിൻ റിലാക്സ്, ടീത്ത് റിലാക്സ്, മൗത്ത് റിലാക്സ്, ലങ്സ് റിലാക്സ് ചെയ്യാം, നോസ് റിലാക്സ് ചെയ്യാം, ഐസ് റിലാക്സ് ചെയ്യാം, ഹെയർ റിലാക്സ് ചെയ്യാം. ടോട്ടലായിട്ട് നമ്മുടെ ബോഡി വിഷ്വലൈസ് ചെയ്തിട്ട് ടോട്ടലായിട്ട് റിലാക്സ് ചെയ്ത് ഒരു 2.5 മിനിറ്റ് നമുക്ക് ഇങ്ങനെ കിടക്കാം. അതിനുശേഷം നമ്മൾ ടോസുകൾക്ക് ബലം വെപ്പിച്ചു. ഒരു പാർട്ട് ബൈ പാർട്ട് എങ്ങനെയാണ് റിലാക്സ് ചെയ്തത് അതിന് ഓപ്പോസിറ്റായിട്ട് നമുക്ക് ബലം വെപ്പിച്ച് ഓരോ പാർട്ട് ബൈ പാർട്ടായിട്ട് ബലം വെപ്പിച്ചെടുത്തിട്ട് പതുക്കെ റൈറ്റ് സൈഡിലേക്ക് ചരിഞ്ഞ് പതുക്കെ കൈ വെച്ച് എഴുന്നേക്കുക. ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത ശവാസനയാണ്. 2.5 മിനിറ്റ് ശവാസന ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഫുള്ളായിട്ട് സുഖാസനത്തിൽ ഇരുന്നുകൊണ്ട് 2 നോസിലൂടെ ഡീപ്പായിട്ട് ബ്രീത്ത് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഭ്രാമരി പ്രാണായാമം ചെയ്യാം, ചെവികളടച്ച്. അതിനുശേഷം അനുലോമ വിലോമ പ്രാണായാമം ചെയ്യാം. അനുലോമ വിലോമ പ്രാണായാമം ചെയ്യുമ്പോൾ നമുക്ക് സൗഷ്യമായിട്ടുള്ള ഓക്സിജൻ നമ്മുടെ ബ്രെയിനിലേക്ക് കിട്ടുകയും ശരീരം ശരിക്ക് കാമാകാൻ സാധിക്കും. അതുപോലെ മനസ്സും കാമാവും. അതിനുശേഷം ശവാസനം കൂടി ചെയ്ത് വൈൻഡപ്പ് ചെയ്യാം. വെറും 10 മിനിറ്റത്തെ പ്രൊസീജിയറാണ് ഇത്. നാച്ചുറലായിട്ട് നമുക്ക് BP കുറക്കാൻ പറ്റും മരുന്നില്ലാതെ. വളരെ സിമ്പിളാണ്. നിങ്ങൾ റെഗുലറായിട്ട് ഇത് രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ എപ്പോഴാണ് സൗകര്യം എന്നുള്ള രീതിയിൽ കണ്ടെത്തി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ BP ഡൗണും ചെയ്യാൻ സാധിക്കും, കുറക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഇതുപോലെയുള്ള ഹെൽത്തി ഇൻഫർമേഷൻ ആയിട്ടുള്ള വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. നമസ്തേ.